ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വിഴിഞ്ഞം കടപ്പുറത്ത് പോയിരുന്നേ. അവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കടപ്പുറത്ത് വെച്ച് ഞാൻ കടൽക്കര ചേട്ടനെ കണ്ടായിരുന്നേ. ആ ചേട്ടൻ നമ്മളോട് വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ലാളിത്യത്തോടു കൂടിയാണ് സംസാരിച്ചത്. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സ് ആ ചേട്ടനുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ചേർത്തിട്ടുണ്ടേ. ഈ കാണുന്ന പച്ച വള്ളങ്ങളില്ലേ, അതെല്ലാം തമിഴ്നാടിൻ്റെ വള്ളങ്ങളാണേ. ഇന്ന് വേറെ വലിയ മീനൊന്നും കാര്യമായി കിട്ടിയില്ല. കുട്ടിച്ചുര നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. വള്ളം കരയിലെത്തിയതും മീൻ വാങ്ങാൻ ആളുകളുടെ നല്ല തിരക്കായിരുന്നു. കരയിലെത്തിക്കുന്ന മീനുകൾ മൊത്തം ലേലം ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. പലരും ബൈക്കുകളിലും കാറുകളിലും ഒക്കെയാണ് മീൻ വാങ്ങാൻ അവിടെ വരുന്നത്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ പണിക്ക് വരുന്നവരുടെ മീൻ പെട്ടികളാണ്. അവർ മീൻ ലേലം ചെയ്ത് കൊടുത്തതിന് ശേഷം വള്ളത്തിൽ നിന്ന് മീൻ പെട്ടികളെല്ലാം വെളിയിൽ കൊണ്ട് വയ്ക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. കടലിൽ പോയാൽ മീൻ കിട്ടുന്ന ദിവസമുണ്ട്, കിട്ടാത്ത ദിവസവും ഉണ്ട്. ഇന്ന് കുട്ടിച്ചൂര കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും കുറച്ചെങ്കിലും സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട ഒരു നല്ല കാര്യവും പറയാം. എല്ലാ മീനും വിറ്റ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന മീൻ വള്ളത്തിലെ തൊഴിലാളികൾ തമ്മിൽ പങ്കിട്ടെടുക്കും. വീട്ടിൽ കറി വയ്ക്കാൻ വേണ്ടിയാണ് അവർ അത് കൊണ്ടുപോകുന്നത്. അത് കണ്ടപ്പോൾ അവരുടെ സ്നേഹവും ഒരുമയും മനസ്സിലായി. കറിമീന് എവിടെയുള്ള? തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്. ഇവിടെ വരുമല്ലേ? ഇവിടുന്ന് പണിക്ക് പോകും. എന്നിട്ട് വീതിച്ചെടുത്തിട്ട് കറിക്കുള്ള കൊണ്ടുപോകണം. പോയി പണിക്ക് 5 പേര്. അപ്പൊ വിൽക്കാനൊന്നുമില്ല, അതിന് ശേഷമുള്ളത് ഇങ്ങനെ വീതിച്ച് കറിക്ക് കണക്കായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളത് കൊടുക്കും. അത് ശരി. കൊള്ളാമല്ലോ. തമിഴ്നാടിന് ഇങ്ങോട്ട് വരെ വരുമല്ലേ? ഒന്ന് നേരത്തെ പോട്ടെ അതല്ലേ കാര്യപ്പോട്ട് നിങ്ങളെവിടെ ഉള്ളത്? നമ്മളിവിടെ അടുത്ത് കോട്ടുകാർ. വാങ്ങുന്ന മീനുകൾ ഉടനെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുപോകുന്ന കാഴ്ചയും അവിടെ കാണാമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി വെട്ടേണ്ട ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. വിഴിഞ്ഞം കടപ്പുറത്ത് വന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നേരിൽ കാണാൻ തന്നെ വേറെ രസമാണ്. കടലിൻ്റെ ശബ്ദം, വള്ളങ്ങൾ കരയിലേക്ക് വരുന്നത്, മീൻ ഇറക്കുന്നത്, ലേലം വിളിക്കുന്നത്, ആളുകളുടെ തിരക്ക്, ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് അറിയില്ല. നിങ്ങൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് ഈ കാഴ്ചകൾ നേരിൽ കാണണം. അതൊരു നല്ല അനുഭവമായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി, യാത്രാവിശേഷങ്ങളും കടൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കടൽക്കരച്ചേട്ടൻ്റെ വീഡിയോ ചേർത്തിട്ടുണ്ട്. അത് കാണണേ എല്ലാവരും. എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമേ. ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെയും പ്രൊമോഷൻ ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ഇയാളും നമ്മുടെ വിഴിഞ്ഞത്തു നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം നമ്മുടെ പുന്നക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ആളാണ്. അപ്പോൾ ഇവർക്കും ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ക്യൂട്ടി മേഘ എന്ന് പറഞ്ഞിട്ടാണ് ചാനൽ വരുന്നത്. അപ്പോൾ മോളുണ്ട് കേട്ടോ. ഇയാൾ മോളും കൂടെ രണ്ടുപേരും ചേർന്നിട്ടാണ് ആ ഒരു കണ്ടൻറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ കടൽക്കര എന്നുള്ള നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. മറക്കാതെ തന്നെ ഇവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു കൊടുത്തേ, എന്ത് കണ്ടൻറ്റൊക്കെ ഇടുന്നത്? കോമഡി റീൽസ്, ഫിഷിംഗ്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക, ഇങ്ങനെ ഓരോ കണ്ടന്റ്. അപ്പോൾ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് ഉണ്ട്, പിന്നെ ഫിഷ്, അങ്ങനെ കോമഡി, അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും കടൽക്കരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇയാളെ പേര് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേര് ആശ. മോളെ പേരെന്താ? മോളെ പേര് മേഘ. മേഘ. അപ്പം മോളെ പേർക്കാണ് ആ പേജല്ലേ വരുന്നത്?
ഓക്കെ, അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ബൈ കൊടുത്തേ.